അപ്പോൾ ഇതിനുള്ള കൗണ്ടർ ഞാൻ പിന്നീട് പറയാം. എങ്കിലും എൻ്റെ ഒരു ആശയം ഞാൻ അവതരിപ്പിക്കാം. മനുഷ്യന് നന്നാവാൻ മതം വേണോ എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ആദ്യം തന്നെ മനുഷ്യന് നന്നാവാൻ മതം വേണ്ട എന്ന് മാത്രമല്ല, മതം ഉണ്ടെങ്കിൽ ആ നന്നാവൽ ഇച്ചിരി ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ പയ്യെ ആവും എന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ അത് വിശദീകരിക്കുകയാണെങ്കിലും ഞാൻ പറയുന്നത് ഇതാണ്. ഒന്നാമത്, നന്നാവൽ എന്ന് പറയുന്നത് ധാർമ്മികതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ധാർമ്മികതയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ധാർമ്മികത എന്ന് പറയുന്നത്, ഇപ്പോൾ മനുഷ്യൻ പരിണമിച്ച് വന്നതാണ്, മനുഷ്യൻ്റെ ഗുഹാജീവിതമുണ്ട്, മനുഷ്യൻ കൃഷി തുടങ്ങിയതുണ്ട്. ഈ ഒരു ജീവിതത്തിലൊക്കെ മനുഷ്യനുണ്ടായ ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികതയല്ല ഇന്നത്തെ മനുഷ്യൻ്റെ ധാർമ്മികത എന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടാക്കിയാൽ ഇതിൽ ആരാണ് ശരി കാണിച്ചത്, ആരാണ് തെറ്റ് കാണിച്ചതെന്നുള്ളതൊന്നും ഗുഹാജീവിതത്തിലൊരു ധാർമ്മികത നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു 100 വർഷം പുറകിലുള്ള ധാർമ്മികതയല്ല നമ്മുടെ ഇന്നത്തെ ധാർമ്മികത. ചുരുക്കത്തിൽ ഈ ധാർമ്മികത എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ മതം കൊണ്ടുവന്നാൽ എങ്ങനെയുള്ള ആണെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. മതം എന്ന് പറയുന്നത് ഒരിക്കലും മാറാത്ത ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ബാസിൽ പറഞ്ഞതിനുള്ള വിയോജിപ്പുണ്ട്. മതം എന്ന് പറയുന്നത് ഗൈഡൻസ് മാത്രമല്ല, മതം എന്ന് പറയുന്നത് ദൈവം എന്നൊരു ആശയത്തിൽ, ഒരു സങ്കല്പത്തിൽ, സർവശക്തൻ, സർവജ്ഞൻ ഒക്കെ ഇങ്ങനെയുള്ളൊരു സങ്കല്പത്തിൽ കെട്ടപ്പെട്ടൊരു ആശയമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മതത്തിന് ഒരിക്കലും മാറാൻ കഴിയില്ല. കാരണം ദൈവം മാറുന്നില്ല, ദൈവത്തിന് മാറാൻ പറ്റില്ല, ആശയങ്ങൾ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മാറാത്ത ഒരു മതത്തിന് ഒരിക്കലും മാറുന്ന ഒരു ആധുനികതയുമായി യോജിച്ച് പോകാൻ പറ്റില്ല, അല്ല മാറുന്ന ഒരു ധാർമ്മികതയായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാറാത്ത ഒരു മതം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മനുഷ്യനെ ഒരുപാട് മാറിയ ആ മതം എന്ന് പറഞ്ഞാൽ മതം ഉണ്ടാകുന്ന സ്ഥലകാലങ്ങളിൽ ബന്ധപ്പെട്ടതാണ് അതിൻ്റെ ആശയങ്ങൾ മിക്കതും. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് മാറാത്ത ഒരാശയം ഇന്ന് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യനെ നന്നാക്കില്ല, പലപ്പോഴും അത് മോശമാക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു 2 ഉദാഹരണം ഞാൻ ചെറുതായിട്ട് പറയാം. ഒന്ന്, മദർ തെരേസയാണ് ഞാൻ പറയുന്നത്. മദർ തെരേസ നമുക്കറിയാം, വളരെയധികം എല്ലാവരും എടുത്ത് ശുശ്രൂഷിക്കുകയും രോഗികളെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്താണ്, മരുന്നൊക്കെ കൊടുത്തു. പക്ഷേ ക്രിസ്ത്യൻ അവരെപ്പറ്റി റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അതായത് അവർ വേദന സംഹാരി കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ഈ വേദന സംഹാരി മോർഫിൻ പോലെയുള്ള ക്യാൻസർ പേഷ്യൻസിനൊന്നും മോർഫിൻ പോലുള്ള വേദന സംഹാരി കൊടുത്തിരുന്നില്ല. അത് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. കത്തോലിക്ക വിശ്വാസത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അവരെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗം അല്ലെ നരകത്തിൽ പോകുന്നൊരു കുറവാണ്. മിക്കവാറും ഇതിനിടയിലുള്ള ശുദ്ധീകരണ സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ പീഡകൾ അനുഭവിക്കണം. ആ പീഡകൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടാകുന്ന പീഡകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ പീഡകൾ കുറയും. അപ്പോൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞുള്ള പീഡകൾ കുറയ്ക്കാൻ വേണ്ടി ഇവർ മരിക്കുന്നതിന് മുമ്പ് ഇവർക്ക് പീഡകൾ കൊടുക്കുന്ന ഒരവസ്ഥയാണ്. അത് ഇന്നും കത്തോലിക്ക അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബേസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കും. അല്ലാതെ അതൊരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ നല്ല ഒരാളാണ് മദർ തെരേസ എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ അങ്ങനെ ഒരാളെ കൂടി മോശം കാര്യങ്ങൾ ചെയ്യിക്കുന്നതാണ് മതത്തിൻ്റെ ആശയം എന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്.